അത്ഭുതമായി അവർ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ സുരക്ഷാ വേലി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ആ പട്ടോളം തൊട്ട് ഈ വീണാവ് കള്ളിക്കാട് വരെ അരീക്കുഴി അതുവരെയും ഒരു സുരക്ഷാ വേലി ഇവിടെ ഒന്നിലും ഈ റോഡിൻ്റെ സൈഡിൽ ഏകദേശം റോഡിൽ നിന്ന് 20 അടി ആഴമുണ്ട്. നിയന്ത്രണം തെറ്റിപ്പോയ വണ്ടി വന്നിട്ട് പോയി മറിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ടാണ് വണ്ടി നോട്ട് നേരെ ഇപ്പോൾ ഈ കണക്കിന് നിർത്തിയിരിക്കുന്നത്. കാട്ടാക്കട വീരണകാവ് ജംഗ്ഷന് സമീപം നെയ്യാറിന്റെ കനാലിലേക്ക് കാർ മറിഞ്ഞ് അപകടം. ഇന്നലെ രാത്രി 12:30 നാലംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് കനാലിലേക്ക് മറിഞ്ഞത്. വീരണകാവ് സ്വദേശികളായ അഭിലാഷും ചിഞ്ചും 2 മക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. 20 അടി താഴ്ചയിലേക്ക് കാർ തലകീഴായാണ് വെള്ളത്തിലേക്ക് വീണത്. കാറിലുണ്ടായിരുന്ന കുട്ടിക്ക് കയ്യിൽ തുന്നിക്കെട്ടുണ്ട്. മാർത്താണ്ഡത്ത് പോയി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. കനാലിന്റെ വശത്ത് സുരക്ഷാ ഭിത്തികളില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇവിടെയുള്ള നാട്ടുകാരാണ്. ഞാൻ ആ സ്പോട്ടിൽ വന്നു, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ സുഹൃത്ത് ദീപം എന്ന് പറയും, പുള്ളിയാണ് എന്നെ വിളിച്ചത്. ഞാനിവിടെ വന്നപ്പോൾ അവരെല്ലാം 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 3 സ്റ്റിച്ചുണ്ട്, വേറെ കുഴപ്പമില്ല. അത്ഭുതമായി അവർ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ സുരക്ഷാ വേലി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. ആ പട്ടോളം തൊട്ട് ഈ വീണാവ് കള്ളിക്കാട് വരെ അരീക്കുഴി അതുവരെയും ഒരു സുരക്ഷാ വേലി ഇവിടെ ഒന്നിലും ഈ റോഡിൻ്റെ സൈഡിലില്ല. വണ്ടി ഇവിടുന്ന് സ്കിറ്റായി പോയാണ്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ശബ്ദം കേട്ട സമീപത്തെ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി തലകീഴായി കിടന്ന കാറിനെ പൂർവ്വസ്ഥിതിയിലാക്കി. കനാലിൽ വെള്ളം കുറവായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. കാറിന്റെ മുൻവശവും കണ്ണാടിയുമെല്ലാം തകർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഫാമിലിയായിട്ട് വന്നതാണ് വണ്ടി. ഇപ്പോൾ അടുത്ത കാലത്തിൽ 4ാമത്തെ വാഹനമാണ് ഇപ്പോൾ ഈ മറിഞ്ഞു കിടക്കുന്നത്. 20 അടി ആഴമുണ്ട്. പട്ടകുളം വരെ സുരക്ഷാ വേലി എന്ന് പറഞ്ഞിട്ട് വച്ചിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം ഇറിഗേഷനായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർ സുരക്ഷാ വേലി കെട്ടാനായിട്ട് തയ്യാറല്ല. ഇതുപോലെ വന്നിട്ട് ഇന്നലെ വലിയൊരു അപകടം തലനാരിടയ്ക്ക് കുട്ടികളെ രക്ഷപ്പെട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം റോഡിൽ നിന്ന് 20 അടി ആഴമുണ്ട്. നിയന്ത്രണം തെറ്റിപ്പോയ വണ്ടി വന്നിട്ട് പോയി മറിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ടാണ് വണ്ടി നോത്ത് നേരെ ഇപ്പോൾ ഈ കണക്കിന് നിർത്തിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് നമുക്കിതിനൊരു പരിഹാരം കാണാനായിട്ട് വേണ്ടപ്പെട്ട വകുപ്പുകൾ അതിന് വേണ്ട ഇത് ചെയ്യണമെന്നാണ് ഞങ്ങൾ അറിയിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒന്ന്, അടുത്ത കാലത്താണ് നെയ്യാർ ഡാമിനടുത്ത് ഇതുപോലെ ഒരു 2 ബസ് കൂട്ടിയിടിച്ചിട്ട് അത് ഒന്നും ആവാതെ ഒരു ഞാടയിൽ ഒതുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. അടിയന്തരമായിട്ട് നമുക്കതിൻ്റെ ഒരു പരിഹാരം കാണാനായിട്ടുള്ളത് ഇറിഗേഷനോ അല്ല അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. 1 വർഷത്തിനിടെ ഇവിടെ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ 5ാമത്തെ വാഹനമാണ് കനാലിലേക്ക് പതിക്കുന്നത്.